നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം. എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച്. ലെറ്റ്സ് ബി യോഴ്സ്. ലോറൽ മെർക്കുറി അക്കാദമി, നിയർ ബർഗർ ലോഞ്ച്, താഴെപ്പാലം, തിരൂർ. 9847790890. താനാളൂർ പഞ്ചായത്തിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടാണ് ഉന്നത ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യ കൂടിയായ കുടുംബശ്രീ അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഇവര് കഴിഞ്ഞ 2 വർഷക്കാലമായി താനാളൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ അക്കൗണ്ടന്റാണ്. അവിടെ നിന്നും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവരെ ഉയ്യൂരിലേക്ക് മാറ്റിയത്. പക്ഷെ ഉയ്യൂരിൽ ചെന്നപ്പോൾ ചെറിയൊരു ക്രമക്കേട് നടന്നതായി അവിടുത്തെ സേഡ്സിന് ശ്രദ്ധയപ്പെട്ടപ്പോൾ അവിടുത്തെ ജയസ് അത് ശരിവെക്കുകയി തുടർന്ന് നമ്മുടെ പഞ്ചായത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ നമ്മുടെ പഞ്ചായത്തിലും അതിൽ വിപുലമായിട്ടുള്ള ക്രമക്കേടുകൾ കൂടുതലും നടന്നിട്ട് താനാളൂർ പഞ്ചായത്താണ്. ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നു എന്നറിഞ്ഞിട്ടും അത് മറച്ചുവെക്കുന്നതിനു വേണ്ടി അവരെ ഒഴൂരിലേക്ക് സ്ഥലം മാറ്റി മുഖം മിനിക്കാനുള്ള ശ്രമമാണ് താനാളൂർ പഞ്ചായത്ത് ഇടത് ഭരണസമിതി കൈക്കൊണ്ടത്. 1 മാസമാകുമ്പോഴേക്കും ഒഴൂർ പഞ്ചായത്ത് UDF ഭരണസമിതി ക്രമക്കേട് കണ്ടെത്തുകയും ഉടൻ തന്നെ അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സ്വാഭാവികമായും 3 വർഷത്തോളം താനാളൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ അക്കൗണ്ടന്റായി ജോലി ചെയ്ത ഇവർ എത്രത്തോളം തട്ടിപ്പ് നടത്തിയെന്ന് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മനസ്സിലാകും. പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ അയൽക്കൂട്ടങ്ങളിൽ നിന്നും മറ്റും ശേഖരിച്ച പണമാണ് കുടുംബശ്രീയിൽ അടക്കുന്നത്. അതിലാണ് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുള്ളത്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഞങ്ങള് ഇന്നലെ അവിടെ നടന്ന അനീതി ചോദ്യം ചെയ്യാനാണ് ഞങ്ങള് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയിനുള്ളിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ അക്രമം നടത്തണം എന്ന ഉദ്ദേശത്തോട് കൂടിയൊന്നും ഞങ്ങൾ ആ പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെ കുടുംബശ്രീയുടെ ഉള്ളിലേക്ക് നടന്നിട്ടില്ല. നമ്മൾ പൊതു ആളുകളാണ്, നമ്മൾ ജനപ്രതിനിധികളാണ്. ഞങ്ങൾക്ക് ഒരു അഴിമതി നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ അറിയാന്നുള്ളത് ഞങ്ങളത് മാത്രമല്ല പൊതുജനങ്ങളെ കൂടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഇരിക്കുന്ന വനിതകളൊക്കെ കുടുംബശ്രീയിലെ അംഗങ്ങളാണ്. ഞങ്ങളൊക്കെ കുടുംബശ്രീയിൽ വലിയ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചെറിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ഓരോ കുടുംബശ്രീ അംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്ന ഈ 2 വർഷത്തിനുള്ളിൽ ഈ ഷെറി ജോസഫ് വന്നിട്ട് അവിടെ ഇത്രയും അഴിമതി നടന്നിട്ട് ഇത്രയും ഒരു സംഗതി നടന്നിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് സ്പെഷ്യൽ ഓഡിറ്റ് നടക്കുന്നുണ്ട്. ആ സ്പെഷ്യൽ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ട് നമുക്ക് അതിന് നടപടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ഒരു വിവരങ്ങൾ ഇവിടെ നടക്കുന്നത്. പക്ഷെ എന്നാലും താനാളൂർ പഞ്ചായത്തിലെ എസിന്റെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് പ്രകാരമാണ് അവരെ ഇവിടുന്ന് സ്ഥലം മാറ്റിയിട്ടുള്ളത്, സസ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു വിശദീകരണം ഞങ്ങൾക്ക് ശരിക്കും അതിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണമായ ഒരു വിശദീകരണം കിട്ടും വേണം. അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പെട്ടെന്ന് തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അത് അറിയാൻ ഞങ്ങൾ മെമ്പർമാർ മാത്രമല്ല പൊതുജനങ്ങളും താല്പര്യത്തോട് കാത്തിരിക്കുക. ഉദ്യോഗസ്ഥയുടെ കാലയളവിൽ നടന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് CDS ചെയർപേഴ്സൺ രാജിവെക്കണം. കുറ്റാരോപിതരായ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഇടതു ഭരണസമിതി കൈക്കൊള്ളുന്നത്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനും ജില്ലാ കുടുംബശ്രീ മിഷനും പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പരാതി നൽകും. കഴിഞ്ഞ ദിവസം CPM ആരോപിച്ച താനാളൂർ കുടുംബശ്രീ ഓഫീസ് മുസ്ലിം ലീഗ് മെമ്പർമാരും പ്രവർത്തകരും തകർത്തു എന്നതും ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും ആക്രമിച്ചു എന്നുള്ളതും അവർ ചെയ്ത ക്രമക്കേട് മറച്ചുവെക്കുന്നതിനുള്ള കളവ് പ്രചരിപ്പിക്കുന്നതാണ്. എന്നാൽ അവിടെ നടന്ന ക്രമക്കേട് ചോദിച്ചറിയുന്നതിന് ഓഫീസിൽ ചെന്ന വനിതാ മെമ്പർമാരായിട്ടുള്ള ജുസൈറ വിശാരത്തിനെയും ബ്ലോക്ക് മെമ്പർ K സൽമത്തിനെയും ആക്രമിക്കുന്നത് കണ്ട് അവിടേക്ക് വന്ന പ്രവർത്തകരെയും CDS ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും അവിടെയുണ്ടായിരുന്ന പുതുതായി ചാർജ് എടുത്ത അക്കൗണ്ടന്റ് എന്നിവരും കൂടിയാണ് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത്. കുടുംബശ്രീ ഓഫീസിലുള്ള CCTV പരിശോധിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാകും. പഞ്ചായത്ത് മെമ്പർമാരായ ചാത്തേരി സുലൈമാൻ, തെയ്യമ്പാടി സൈദലവി എന്ന കുഞ്ഞിപ്പ, ഷബ്ന ആഷിഖ്, ജുസൈറ വിശാരത്ത്, ഫസീല ഷാജി, സബിത, നുസ്രത്ത് ബാനു കൊക്കോടി, ബ്ലോക്ക് മെമ്പർമാരായ K സൽമത്ത്, ആബിദ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TVN ന്യൂസ്, താനൂർ. തിരൂർ നഗരഹൃദയത്തിൽ
എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ AC ക്ലാസ് റൂമുകൾ, ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ്, മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ, വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരമുയർത്തുന്ന അന്തരീക്ഷം. സയൻസ് ട്യൂഷനൊപ്പം നീറ്റ്, JEE, CUT, ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു. ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം. റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം. ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം. എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച്. ലെറ്റ്സ് ബി യോഴ്സ്. ലോറൽ മെർക്കുറി അക്കാദമി, നിയർ ബർഗർ ലോഞ്ച്, താഴെപ്പാലം, തിരൂർ. 9847 790 890.